ദായിൽ ഫർണിച്ചർ ആൻഡ് ഇന്റീരിയർ, പൂഴിങ്കുന്ന്, ആലത്തിയൂർ. നമസ്കാരം, വെട്ടർ ന്യൂസ് ക്യാപ്സൂളിലേക്ക് സ്വാഗതം. പവൻ ഗോൾഡ് തിരൂർ. ആന ഇടഞ്ഞ സംഭവം, ചിതറിയോടിയവർ ആയിരങ്ങൾ. മസ്ജിദിന്റെ ഗേറ്റും മതിലും തകർന്നു. നേർച്ചയുടെ സമാപന ദിവസത്തിലെ ആദ്യ വരവിലാണ് സംഭവം. പരിക്ക് പറ്റിയയാളെ തിരിച്ചറിഞ്ഞു. തിരൂർ തെക്കുമുറി സ്വദേശി കൃഷ്ണനാണ് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നത്. പോത്തന്നൂർ ദേശത്തു നിന്ന് വന്ന വരവിലെ ആനയാണ് ഇടഞ്ഞത്. ജാറ മൈതാനിൽ പതിനായിരങ്ങൾ തടിച്ചുകൂടിയ സമയത്ത് ആന പ്രകോപിതനായി മുന്നോട്ട് വരികയായിരുന്നു. തുമ്പിക്കൈകൊണ്ട് തൂക്കിയെടുത്തയാളെ നിലത്തെറിഞ്ഞു. ഭയപ്പാടോടെ ആയിരങ്ങൾ ചിതറിയോടി. മസ്ജിദിന്റെ മതിലും ഗേറ്റും അടക്കം തകർന്നു. വലിയ ദുരന്തമാവേണ്ട സംഭവം സംഘാടകരും പോലീസും ഇടപെട്ടു. വളരെ നിർഭാഗ്യകരമായ ഒരു സംഭവമാണ് നേർച്ചയുമായി ബന്ധപ്പെട്ട് നടന്നത്. വളരെ ആഘോഷപരമായ രീതിയിൽ, വളരെ സന്തോഷത്തോടെ എല്ലാ വിഭാഗം ജനങ്ങളും വളരെ ഒത്തൊരുമയോടുകൂടി ആഘോഷിക്കുന്ന വെട്ടത്ത് പുതിയങ്ങാടി വലിയ നേർച്ചയുടെ സമാപന ദിവസത്തിൽ പോത്തന്നൂരിൽ നിന്നും വന്ന ആദ്യത്തെ വരവ് ഏകദേശം 12:30 മണി കഴിഞ്ഞിരിക്കുന്നു. ആ സമയത്താണ് ആ വരവിൻ്റെ കൂടെ വന്ന ഒരു ആന യാതൊരു പ്രകോപനവും ഇല്ലാതെ, പ്രത്യക്ഷത്തിൽ ആനയ്ക്ക് നേരെ മറ്റ് പ്രകോപനങ്ങളോ മറ്റ് പ്രയാസങ്ങളോ ഒന്നുമില്ലാതെ പെട്ടെന്ന് ആന മുന്നിലുള്ള ആളുകൾക്ക് നേരെ പാഞ്ഞെടുക്കുകയും അതിലൊരാളെ തുമ്പിക്കൈ കൊണ്ട് പിടിച്ച് ചുഴറ്റെറിയുന്ന ഒരു ദയനീയ കാഴ്ചയാണ് ഇവിടെ ഉണ്ടായത്. ഒരു ബഹുമാനപ്പെട്ട സബ് കളക്ടർ ഉണ്ടായിരുന്നു. അദ്ദേഹവുമായിട്ട് ഞങ്ങൾ നേർച്ച കമ്മിറ്റി ചർച്ച നടത്തുകയും നമ്മുടെ നേർച്ച പൂർത്തീകരിക്കാൻ സബ് കളക്ടർ നിർദ്ദേശം നൽകുകയും, എന്നാൽ പൊസിഷനുകളിൽ നിന്ന് ആനനെ പിൻവലിക്കാൻ, വരവുകളിൽ നിന്നും ആനനെ പിൻവലിക്കാനാണ് ബഹുമാനപ്പെട്ട DYSPയും സബ് കളക്ടറും നിർദ്ദേശിച്ച. ആ നിർദ്ദേശപ്രകാരം നേർച്ചയുടെ എല്ലാ വരവുകളും യാത്രയിലേക്ക് പിന്നീട് ഏകദേശം 2 മണിയോടുകൂടി ആനയെ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയി. ആനക്ക് അങ്ങനെ മതപ്പാടൊന്നും ആനക്ക് കണ്ടിട്ടില്ല. എന്തോ ആനക്കൊരു പ്രകോപനം വന്നു. അത് എന്തോ ഒരു നിർഭാഗ്യമായ സംഭവമായിട്ടേ കാണുള്ളൂ. അല്ലാതെ ആനക്ക് വേറെ മതപ്പാടോ ആനനെ അല്ലെങ്കിൽ പുറത്തുനിന്ന് ആരെങ്കിലും പ്രകോപിപ്പിക്കുക അങ്ങനെയുള്ള ഒന്നും ഉണ്ടതായിട്ട് ഇപ്പോൾ കമ്മിറ്റി ഭാരവാഹികളും ചെയർമാൻ അടക്കമുള്ള ആളുകളെല്ലാവരും ഹോസ്പിറ്റലിലുണ്ട്. നമ്മൾ കമ്മിറ്റി പരിക്ക് പറ്റി ചികിത്സയിലിരിക്കുന്ന ആൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യും. 10 ആനകളെ ഞങ്ങൾ ഇൻഷൂർ ചെയ്തിട്ടുണ്ട്. 1 കോടി റുപ്യക്ക് ഇൻഷൂർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിൽ ചികിത്സയിൽ ഗുരുതരാവസ്ഥയിലാണ്. എന്നിരുന്നാലും അദ്ദേഹം സുഖപ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ആൾക്ക് വേണ്ട എല്ലാവിധ സഹായങ്ങളും നേർച്ച ആഘോഷ കമ്മിറ്റിയും നേർച്ച സന്ദർശന സമിതിയും നൽകും. അവരെല്ലാം ചെയർമാൻ, കൺവീനർ അടക്കമുള്ള ഭാരവാഹികളൊക്കെ ഹോസ്പിറ്റലിലുണ്ട്. എല്ലാ സഹായങ്ങളും ചെയ്യും. പരിക്കുപറ്റിയയാൾ ഗുരുതരാവസ്ഥയിൽ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വെട്ടർ ന്യൂസ് തിരൂർ. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.